أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. رسول الله صلى الله عليه وسلم പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ അദ്ൽ എന്ന് വിശദീകരിക്കുകയുണ്ടായി. ഒരു മനുഷ്യനെ പരിപൂർണമായി മാറ്റിയെടുക്കാൻ ആത്മനിയന്ത്രണം അവന് പരിശീലിപ്പിക്കാനുമാണ് നോമ്പ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു മനുഷ്യന്റെ സെൽഫ് ഡിസിപ്ലിൻ, ആത്മനിയന്ത്രണം അല്ലെങ്കിൽ സെൽഫ് കൺട്രോളിൽ അതിന് ഏറ്റവും ഉതകുന്ന രീതി വിശപ്പും പട്ടിണിയുമാണ് എന്ന് ശാസ്ത്രീയമായി പോലും തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വഹാബത്തിനോട് പഠിപ്പിക്കുക, നിങ്ങൾ പിശാചിന്റെ സഞ്ചാര പദങ്ങളെ ഇടുക്കിക്കളയണം. പിശാച് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയൊക്കെ രക്തം ഓടുന്നുണ്ടോ ആ ഇടങ്ങളിലൊക്കെ പിശാച് സഞ്ചരിക്കും. രക്തമോട്ടമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും പിശാചിന്റെ സഞ്ചാരമുണ്ട്. അതിലൂടെയൊക്കെയും പിശാച് ഓടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പട്ടിണി കൊണ്ട് നോമ്പ് കൊണ്ട് അവന്റെ സഞ്ചാര വഴികളെ നിങ്ങൾ അടച്ചു കളയണം. പിശാചിനെ സഞ്ചരിക്കാനുള്ള വഴികളെ നിങ്ങൾ അടച്ചു കളയണം. പട്ടിണി കൊണ്ടും നോമ്പ് കൊണ്ടും പിശാചിനെ സഞ്ചരിക്കാനുള്ള വഴികളെ നിങ്ങൾ അടച്ചു വെക്കണം, ക്ലോസ് ചെയ്യണം. എവിടെയൊക്കെ രക്തമോട്ടമുണ്ടോ അവിടെയൊക്കെ ശൈത്താൻ ഓടും. ഇന്ന ശൈത്താനെ ജരീബിൻ ഇബ്നി ആദം മജറത്തം. അതുകൊണ്ട് പട്ടിണി കൊണ്ടും നോമ്പ് കൊണ്ടും പിശാചിന്റെ സഞ്ചാര വഴികളെ അടച്ചു കളയുക. ഇതാണ് നിബിധങ്ങൾ പഠിപ്പിച്ചത്. നമ്മളെ ദേഷ്യം, ഈ വൃത്തികെട്ട സ്വഭാവം, എടുത്തുചാട്ടം, ഇതൊക്കെ പിശാചിന്റെ ഓരോ വസ്വാസുകളാണ്, ഇതിന്റെ കുടുംബത്തിൽ കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് നല്ല പട്ടിണി ഉണ്ടാകുമ്പോൾ, വിശപ്പുണ്ടാകുമ്പോൾ എടുത്തുചാട്ടം, ദേഷ്യം, ക്രോധം തുടങ്ങിയ മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നൊക്കെ ഒരു നിയന്ത്രണം നമുക്ക് കിട്ടുകയും നിയന്ത്രണം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ എത്ര വൃത്തികെട്ട സ്വഭാവക്കാരനാണെങ്കിലും നോമ്പ് കാലത്ത്, റമളാൻ കാലത്ത് അവന്റെ നാവിനെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കും. ആ രക്തത്തിന്റെ ചൂടും ശരീരത്തിന്റെ നിയന്ത്രിക്കാൻ പറ്റാത്ത പൊട്ടിപ്പോകുന്ന അവന്റെ ആ വളരെ വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് താഴ്ന്ന ലെവലിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയും. കാരണം പട്ടിണി കിടക്കുമ്പോൾ 10 മണിക്കൂറോളം അല്ലെങ്കിൽ മണിക്കൂറുകളോളം പട്ടിണി കിടക്കുമ്പോൾ അവന്റെ ശരീരത്തിന്റെ ചൂടും മറ്റുമൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുകയും അവന്റെ സ്വഭാവം ചൂട് മാറ്റിയെടുക്കാൻ കഴിയും. 1 ദിവസം 2 ദിവസം 30 ദിവസം ഉണ്ട്. ഈ 30 ദിവസം കഴിയുമ്പോഴേക്ക് അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന രീതിയിൽ അവന്റെ വ്യക്തിത്വം ചൂട് മാറ്റാൻ ഈ നോമ്പ് കൊണ്ട് സാധിക്കാം. അപ്പോഴാണ് നോമ്പ് കൊണ്ട് അവർക്ക് ഫലം കിട്ടുകയുള്ളൂ. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നോമ്പ് പോലെ മറ്റൊരു സംഗതി ഇല്ലട്ടോ, ഫഇന്നഹു ലാ അദ്ല ലഹു. ഇതിന് പകരം വെക്കാൻ പറ്റിയ മറ്റൊന്നുമില്ല. എല്ലാ നന്മകളും ഇരട്ടി കൂടിയിട്ടും കുല്ലു അമലി ഇബ്നി ആദം യുളാഅഫു അൽ ഹസനതു അശ്റു അംസാലിഹ. ഒരു നന്മക്ക് 10 ഇരട്ടി കൂടിയിട്ടും 700 വരെ 700 ഇരട്ടി വരെ കൂടിയിട്ടും അല്ലാഹു തആല പറയുമ്പോൾ നോമ്പ് കഴിക്കാൻ അതിനെ കണക്കാക്കാൻ പറ്റില്ല. ഇത്ര ഇരട്ടിന്നോ 70 700 ഒന്നും പറയാൻ പറ്റില്ല. അത് ഞാൻ വാരിക്കോരി കൊടുക്കും. അതിനൂടി അതിക്ക് സ്വന്തമാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക. അതിന്റെ പ്രതിഫലം ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് സ്വന്തമാണ്. എല്ലാവരും അള്ളാഹു എനിക്കുള്ളതാണെങ്കിലും നോമ്പിനെ പറ്റി മാത്രം പ്രത്യേകം അത് എനിക്കുള്ളതാണ് എന്ന് അള്ളാഹു തന്നെ എടുത്തു പറഞ്ഞത് നോമ്പിനോട് അള്ളാഹുവിനുള്ള ഇഷ്ടവും താല്പര്യവും പ്രത്യേകം നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. എത്രത്തോളം നിബിധങ്ങൾ പറഞ്ഞത്, നോമ്പ് നോറ്റാല് വായക്ക് കുറെ സമയം കഴിയുമ്പോൾ വായക്കൊരു ദുർഗന്ധം ഉണ്ടാവും, അതൊക്കെ ദുർഗന്ധം ഉണ്ടാവും. ആ ദുർഗന്ധം പോലും കസ്തൂരിയേക്കാൾ അള്ളാഹു ഇഷ്ടപ്പെട്ട സുഗന്ധമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരൻ രാത്രി പക്ഷേ ഇബാദത്തിനും തറാവീഹിനും ഒക്കെ സമയം ചെലവഴിച്ചാൽ പകലൊന്നും ഉറങ്ങുകയാണെങ്കിൽ ആ നോമ്പുകാരൻ ഉറക്കുമ്പോൾ ഇബാദത്താണ് എന്നും
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നോമ്പ് വളരെ സിമ്പിളാണ്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നോമ്പ് പറഞ്ഞാൽ ഇടങ്ങേറിന് ആകെ ഒരു 10 കേപ്പുള്ളൂ. നമുക്കും മഗ്‌രിബ് മുതൽക്ക് സുബഹി വരെ തിന്നാം. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് റസൂലുള്ളാഹി നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ സ്വഹാബത്തിന്റെ ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു? മഗ്‌രിബ് ബാങ്ക് കൊടുത്ത അപ്പോൾ നോമ്പ് തുറക്കണം. അങ്ങനെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ പറ്റില്ല. അപ്പൊ മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചു, പിന്നെ കുറച്ചൊരു 5 മിനിറ്റ് ഉറങ്ങിയാൽ മതി, പിന്നെ അടുത്ത മഗ്‌രിബ് വരെ തിന്നാൻ പറ്റില്ല. അപ്പൊ പൈസ എന്ന സ്വഹാബി എന്ത് ചെയ്തു? മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നോമ്പറക്കാൻ വേണ്ടി വീട്ടിൽ നിന്നപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഭക്ഷണം വല്ലതും ആയി വെച്ചു. ആയില്ല, ഞാൻ ഭക്ഷണം ഒപ്പം ഉണ്ടാക്കാറ്. മൂപ്പര ക്ഷീണത്തിൽ ഒന്ന് ഉറങ്ങിപ്പോയി. ഒരു 5-10 മിനിറ്റ് ഉറങ്ങി, പിന്നെ നീച്ചു, പിന്നെ തിന്നാൻ പറ്റില്ല. ഇസ്ലാമിന്റെ ആദ്യ നിയമം അങ്ങനെയാണ്. ഉറങ്ങിയാൽ വേണ്ടി തിന്നാൻ പറ്റില്ല. 5 മിനിറ്റ് 1 മിനിറ്റ് ഉറങ്ങിയാലും ഉറങ്ങിയാൽ വേണ്ടി തിന്നാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം അടുത്ത മഗ്‌രിബിക്ക് വേണ്ടി തിന്നാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം ജോലി എടുക്കാനൊക്കെ പോയി ക്ഷീണിച്ച് അദ്ദേഹം ബോധം കിട്ടി പണിയെടുക്കേണ്ടത് വീണു. അപ്പോഴാണ് അല്ലാഹു തആല അൽ-ബഖറയിൽ ആയത്തിറക്കുന്നത്, നിങ്ങൾ നോമ്പ് കോല മുറിച്ചിട്ടുണ്ട്, സുബഹി വരെ തിന്നാം, എത്ര ഉറങ്ങിയാലും തിന്നാം. അതുകൊണ്ടാണ് നമുക്കിന്ന് നോമ്പ് ഇത്രയും എളുപ്പമായി നമുക്ക് കിട്ടിയത്. നമുക്ക് എന്നാ തന്നെ വലിയ ഇടങ്ങാറാണ്. സുബഹി മുതൽ മഗ്‌രിബ് വരെ എത്രയും മണിക്കൂറുകളോളം പൊട്ടിക്കിടക്കുന്നുണ്ടോ? ആദ്യകാലത്ത് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ മാത്രം 1 മണിക്കൂർ മാത്രം തിന്നാൻ പറ്റുള്ളൂ. പിന്നെ ഇശ കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ, ഇശ ആണെന്നില്ല, ഏശാവിന് മുമ്പ് ഒരാൾക്ക് മയങ്ങി നിൽക്കുക. മഗ്‌രിബിക്ക് നോമ്പ് തുറന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വളർച്ച ഒന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങിയാൽ പിന്നെ തിന്നാൻ പറ്റൂല. ഏശാവില്ലെങ്കിൽ തിന്നാൻ പറ്റൂല. ഇസ്ലാമിന്റെ ആദ്യത്തെ നിയമം അങ്ങനെയായിരുന്നു. അങ്ങനെ സ്വഹാബത്ത് വളരെ പ്രയാസപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്തപ്പോൾ നിമിതങ്ങളിലേക്ക് ഇവർ സങ്കടപ്പെട്ടു. അവരാന്റെ ഭാര്യമാരെ സമീപിക്കാൻ പോലും പറ്റൂല. ഉമ്മത്തങ്ങളൊക്കെ പരാതിപ്പെട്ടു, ഇത് വലിയ ഇടങ്ങേറുണ്ടല്ലോ, എന്താ ചെയ്യാം? അപ്പോഴാണ് അല്ലാഹു തആല നിയമം മാറ്റിയത്. അല്ലാഹു തആല നിയമം മാറ്റി നോമ്പ് നിലവിൽ എന്ത് ചെയ്യാം? സുബഹി വരെ, മഗ്‌രിബ് മുതൽ സുബഹി വരെ അവർക്ക് യഥേഷ്ടം തിന്നാനും കുടിക്കാനും ഭാര്യ ഭർത്തൃ ബന്ധത്തിനൊക്കെ സൗകര്യപ്പെടുത്താം. ഇങ്ങനെയാണ് നോമ്പിന് 3 ഘട്ടങ്ങളുണ്ട്. ആദ്യകാലത്ത് നോമ്പ് നിർബന്ധമില്ല. നോമ്പ് എടുക്കണമെങ്കിൽ നോമ്പ് എടുക്കുക, അല്ലെങ്കിൽ ഫിദിയ കൊടുക്കുക. ഇതാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ നിയമം. നോമ്പിനെ പറ്റി പഠിക്കണം. നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ നോമ്പ് നിർബന്ധമാണ് എന്നാൽ നോമ്പ് എടുക്കുക, ഒന്നുകിൽ അല്ലെങ്കിൽ അരി എടുത്താൽ മതി, ഫിദിയ കൊടുത്താൽ മതി. അപ്പൊ സാഹചര്യം എന്ത് ചെയ്യും? കഴിയുന്നവർക്ക് അരി എടുക്കും, നോമ്പ് കഴിച്ചിട്ടാവും. അല്ല, ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. ഒന്നുകിൽ നോമ്പ് എടുക്കുക, അല്ലെങ്കിൽ അരി എടുക്കുക. പിന്നെ അല്ലാഹു തആല ആ നിയമവും മാറ്റി. രണ്ടാമത് നിയമം കൊണ്ടുവന്നു, നോമ്പ് നിർബന്ധമാണ്, അരി എടുക്കാൻ പറ്റൂല. നോമ്പെടുക്കാൻ പറ്റാത്തൊരു ആരോഗ്യമില്ലാത്ത ആൾക്കാർ മാത്രമേ അരി എടുക്കാൻ പറ്റുള്ളൂ. അതാണ് രണ്ടാമത്തെ നിയമം. പിന്നെ മൂന്നാമത്തെ നിയമം അപ്പോഴെന്താണ്? അപ്പോഴും ഇശാമഗ്‌രിബിന്റെ ഇടയിൽ മാത്രമേ കുറച്ച് സമയം തിന്നാൻ പറ്റുള്ളൂ. പിന്നെ 3-ാം ഘട്ടമാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഈ നോമ്പല ശിഷ്ടത്തിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരുന്നത്. അങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അല്ലാഹു തആല മാറ്റുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞതാണ്, ഓരോ ആയത്തുകളിലൂടെ ആദ്യത്തെ നിയമം ദുർബലപ്പെടുത്തപ്പെടും. സർക്കാരിന്റെ നിയമങ്ങളൊക്കെ ദുർബലപ്പെടുത്തുന്നില്ലേ? അല്ലാഹു തആല നോമ്പിന് 3 ഘട്ടങ്ങളാണ്. ആദ്യത്തെ ഘട്ടം നോമ്പെടുക്കുകയോ അരി കൊടുക്കുകയോ ഐച്ഛികമായിരുന്നു, ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷനൊന്നുമില്ല, നോമ്പ് നിർബന്ധമാണ്, പക്ഷെ ആകെ കുറച്ച് ടൈമേ ഉള്ളൂ, ഉറങ്ങിയാൽ പിന്നെ തിന്നാൻ പറ്റില്ല. പിന്നെ 3-ാമത്തെ നിയമമാണ് ഇപ്പൊ നമ്മൾ നോമ്പെടുക്കുന്ന ഈ നിയമത്തിലേക്ക് അല്ലാഹു തആല കൊണ്ടുവന്നത്. അത്രയും നമുക്ക് എളുപ്പമാണ് എന്നർത്ഥം. എന്നിട്ട് പോലും നമുക്കത് ഭാരമായി തോന്നുന്നത് നമ്മുടെ ഈമാന്റെ കുറവുകൊണ്ടാണ്. പിശാചിനെ കെട്ടാനും പിശാചിനെ നിയന്ത്രിക്കാനും അല്ലാഹു തആല തന്നിരിക്കുന്ന ഒരു വലിയ രീതിയാണ് ഈ പട്ടിണി എന്നുള്ളത്. നമുക്കെല്ലാവർക്കും പരാജയം സംഭവിക്കൽ സ്വഭാവത്തിന്റെ വിഷയത്തിലാണ്. സ്വഭാവം നന്നാക്കാനാണ് അല്ലാഹു തആല പട്ടിണി കിട്ടിട്ട് നമ്മളെ നിയന്ത്രിച്ച് നമ്മളെ ശീലിപ്പിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന്റെ ആ സുഹൃതങ്ങൾ ഒക്കെ മനസ്സിലാക്കി. കഹാബിന് മിസ്കിൻ എന്നാ പറഞ്ഞത്. നോമ്പുകാരൻ എന്ന് പറഞ്ഞാൽ സുഗന്ധ കച്ചവടക്കാരനെ പോലെയാണ്. ഒരു അത്ര കടയൊക്കെ കയറിയാൽ തന്നെ നല്ല സ്മെല്ലായിരിക്കും. നമ്മൾ അത്രയൊന്നും വാങ്ങണ്ട. എന്തായാലും ശരി, അടുത്ത് കണ്ട് പോയാൽ തന്നെ നല്ല ഊത് ഹൗസിൽ എനിക്ക് അത്ര കച്ചവടം ചെയ്ത് കടയൊക്കെ നല്ല സ്മെല്ലായിരിക്കും. ഇതുപോലെ നോമ്പുകാരൻ്റെ അടുത്ത് ചെന്നാൽ തന്നെ അവന്റെ സ്വഭാവ വിശുദ്ധി, അവന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, അവന്റെ സ്വഭാവ നൈർമല്യങ്ങൾ, അവന്റെ സ്വഭാവത്തിന്റെ സുഗന്ധം എല്ലാവർക്കും പരിലസിക്കാനും ആ സൗരഭ്യം ആസ്വദിക്കാനും കഴിയണമെന്നാണ്. നേരെ മറിച്ച് നമ്മളെന്താ പറയുന്നത്? കണ്ടു പോകണം, നോമ്പാണ് ചൂടായിപ്പോ. നേരെ മറിച്ചാണ് വേണ്ടത്. അപ്പൊ നോമ്പ് എന്നുള്ളത് നിങ്ങൾ ഉൾക്കൊണ്ട പട്ടിണിയല്ല വിഷയം. പട്ടിണിയിലൂടെ നമുക്ക് എന്ത് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമ്മളെന്താ നോമ്പിന്റെ ചില സുന്നത്തുകളൊക്കെ പറഞ്ഞു. അത്തായം സുന്നത്താണ്,
ഞാൻ നേരത്തെ അത്താഴം കഴിച്ച് കിടക്കും ചില ആൾക്കാർ പറഞ്ഞു അത്താഴം ഏറ്റവും സുന്നത്തുള്ള ബാങ്ക് കൊടുക്കാൻ ഒരു കുറച്ച് മിനിറ്റ് കൂടി ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം ഒരു 10-20 മിനിറ്റ് ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ വേണ്ട, ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 10-20 മിനിറ്റ് മുമ്പാണ് അത്താഴം കഴിക്കൽ ഏറ്റവും സുന്നത്ത്. അത്താഴം കഴിക്കുന്നതിന്റെ സുന്നത്താണ്. അത് കാരക്കയാകും സുന്നത്താണ്. അത്താഴം കഴിക്കൽ കാരക്ക കൊണ്ടാണ് സുന്നത്താണ്. വേറെ കാരക്ക ഈത്തപ്പഴം സുന്നത്താണ്. ഒരു മുറുക്ക് വെള്ളമെങ്കിലും നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങൾ അത്താഴം കഴിക്കണം. ജൂതന്മാർക്ക് അത്താഴം ഇല്ലാത്ത നോമ്പാണ്, നിങ്ങൾക്ക് അത്താഴമുള്ള നോമ്പാണ്. അതുകൊണ്ട് അത്താഴത്തിന്റെ സുന്നത്താണ്. അതുപോലെ നോമ്പിന് സുന്നത്തായ മറ്റൊരു കാര്യമാണ് വലിയ അശുദ്ധിയുള്ള ആളുകൾ സുബൈന്റെ മുമ്പ് തന്നെ കുളിക്കല് വലിയ സുന്നത്താണ്. സംഗതി കുളിക്കൽ നിർബന്ധമൊന്നുമില്ല. സുബൈ നിസ്കരിക്കാൻ വേണ്ടി സുബൈ കള്ളാണതിന് മുമ്പായിട്ട് കുളിച്ചാൽ മതി. എന്നാലും ശരി, വലിയ അശുദ്ധിയുള്ള ആളുകൾ രാത്രി തന്നെ മുമ്പ് കാലത്ത് കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി അശുദ്ധി ഒന്നും ഇല്ലാതെ നിൽക്കുക. എന്നാലും റമദാന്റെ എല്ലാ രാത്രിയും കുളിക്കൽ സുന്നത്താണ്. പരിശുദ്ധ റമദാൻ 30 ദിവസവും രാത്രി കുളിക്കൽ സുന്നത്താണ്. അശുദ്ധി ഒന്നും ഇല്ലെങ്കിലും എന്നും രാത്രി കുളിക്കൽ സുന്നത്താണ്. എന്നും രാത്രി എന്തെങ്കിലും സുഗന്ധ പൂഷണം സുന്നത്താണ്. മുമ്പുകാർക്ക് പകലിൽ സുഗന്ധം കറാഹത്താണ്. നേരെ മറിച്ച് രാത്രി എന്തെങ്കിലും സുഗന്ധം പൂഷണം സുന്നത്താണ്. അതുപോലെ മുമ്പുകാർ പകലിൽ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യാൻ മിസ്വാക്ക് ചെയ്യാൻ പല്ല് തേക്കല് കറാഹത്താണ്. വായ പകർച്ചയാവുകയോ ദുർഗന്ധം അധികരിക്കുകയൊക്കെ ചെയ്താൽ പല്ല് തേക്കാമെന്നല്ലാതെ ഉച്ചയ്ക്ക് ശേഷം ഇതുപോലും കറാഹത്താണ്. അവിടെയാണ് ആ സമയത്ത് അവന്റെ വായ്നാറ്റം പോലും കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്നും അതിനുപോലും അല്ലാഹു തആല പ്രതിഫലം തരുമെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നോമ്പ് തുറക്കാൻ ഏറ്റവും സുന്നത്ത് ഈത്തപ്പഴമാണ്. രണ്ടാമത്തെ സ്ഥാനമാണ് കാരക്കത്ത്. ഒന്ന് വ്യത്യാസമുണ്ട്. ഒന്ന് പഴുത്തതാണ്, മറ്റൊന്ന് ഉണങ്ങിയതാണ്. കാരക്കയേക്കാളും സുന്നത്ത് ഈത്തപ്പഴത്തിനാണ്. രണ്ടാം സ്ഥാനം കാരക്ക. രണ്ടും ഇല്ലെങ്കിൽ പിന്നെ വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കൽ സുന്നത്ത്. ഒത്തൊക്കെ മറ്റോ കഴിക്കാതെ. ഈത്തപ്പഴമില്ല കാരക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക. പച്ചവെള്ളം, ജ്യൂസും കാര്യമൊന്നുമല്ല, പച്ചവെള്ളം കൊണ്ട് നോമ്പെടുക്കാണ് സുന്നത്ത്. പിന്നെ ആ നോമ്പെടുക്കുന്ന സമയത്തുള്ള വിക്കറ് മറക്കരുത്. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ നോമ്പെടുത്തു, നീ തന്നിരിക്കുന്ന ഭക്ഷണത്തിന്റെ മേൽ ഞാൻ നോമ്പ് തുറക്കുകയും ചെയ്തു. സുന്നത്താണ്. വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കുന്നത് എന്നുണ്ടെങ്കിൽ സുന്നത്തുണ്ട്. ദാഹമൊക്കെ പോയി ഞരമ്പുകളൊക്കെ നനഞ്ഞിരിക്കുന്ന പടച്ചോനെ പ്രതിഫലം തരണട്ടോ എന്നുള്ള പ്രാർത്ഥന സുന്നത്താണ്. നോമ്പ് തുറക്കൽ പിന്തിപ്പിക്കാൻ പാടില്ല. ബാങ്ക് കൊടുത്ത ഉടനെ, ബാങ്കെന്നല്ല, അല്ല സമയമായ ഉടനെ തന്നെ നോമ്പ് തുറക്കണം. ഈ സമയം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സമയം ആകാതെ ബാങ്ക് കൊടുത്തു, നമ്മൾ നോമ്പ് തുറന്നു, പിന്നെയാണ് ബാങ്ക് കൊടുത്താക്കി പയച്ചത് എനിക്ക് മനസ്സിലായി. ആ നോമ്പ് കഥാ കൂട്ടണം, നിർബന്ധമാണ്. ആ നോമ്പ് കഥാ കൂട്ടണം. ഈ സുബൈക്ക് അങ്ങനെ തന്നെ. സുബൈക്ക് നമ്മളെന്ത് ചെയ്ത് സമയം ആയില്ല എന്ന് കരുതിയിട്ട് എന്ത് ചെയ്ത് ഭക്ഷണം കഴിച്ചു. വല്ലാക്ക് ബാങ്ക് കൊടുക്കാൻ കുറച്ച് വൈകി, 5 മിനിറ്റ് വൈകിയതാണ്. പിന്നെ മനസ്സിലായത് സമയമായിരുന്നു. ആ നോമ്പ് കഥാ കൂട്ടണം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ സമയം ആയിന്ന് കരുതിയിട്ട് നോമ്പ് എന്നാലും മാപ്പില്ല. ആ നോമ്പോട് കഥാ കൂട്ടണം. അപ്പൊ സമയമാകലാണ് വളരെ പ്രധാനം. സമയമായ ഉടനെ തന്നെ നോമ്പ് തുറക്കൽ സുന്നത്തുമാണ്. ഇതാണ് പ്രത്യേകിച്ച് നോമ്പുകാർ ശ്രദ്ധിക്കേണ്ടത്. നല്ല അടിപൊളി സോങ്സ് ഉണ്ടാവും. സിനിമാ സോങ്ങൊന്നും അല്ല,